ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, അഭിമന്യു സിംഗ് എന്നീ താരനിരകൾ അഭിനയിച്ച ചിത്രമാണ് L2 എമ്പുരാൻ. അതൊരു ബ്രഹ്മാണ്ഡ അധ്യായം തന്നെയാണ്. 2019 പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് L2 എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രാം വീണ്ടും തിരിച്ചു വരികയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സഖ്യങ്ങൾ കുലുക്കിയ ആദ്യ ചിത്രത്തിന് ശേഷം സ്റ്റീഫന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പുതിയൊരു അധ്യായമാണ് ഈ ചിത്രം. കഥയുടെ പ്രാരംഭത്തിൽ തന്നെ കേരള മുഖ്യമന്ത്രിയായ ജിതിൻ രാംദാസിനെ അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞ് പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരിയായ പ്രിയദർശിനിയെ അവതരിപ്പിക്കുന്നത് മഞ്ജു വാര്യരാണ്. അതിനെ ശക്തമായി എതിർക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുമ്പോൾ രാഷ്ട്രീയ അവസ്ഥകൾ കൂടി വൻതോതിൽ മാറുന്നു. അഭിമന്യു സിംഗ് അവതരിപ്പിച്ച ബാലരാജ് എന്ന വില്ലൻ കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പ്രധാന എതിരാളിയായി മാറുന്നു. ഈ പ്രതിസന്ധികൾക്കെതിരെ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ പോരാടുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ആക്ഷൻ, രാഷ്ട്രീയ, ത്രില്ലർ എന്നീ അലങ്കാരങ്ങൾ കൊണ്ടും കഥാപാത്രങ്ങളുടെ ശക്തമായ അവതരണത്തിലൂടെയും പൃഥ്വിരാജ് സുകുമാരൻ അതുല്യമായ ഒരു സിനിമ മാനദണ്ഡം ഉയർത്തിയിരിക്കുന്നു. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, അഭിമന്യു സിംഗ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ആക്ഷനും രാഷ്ട്രീയവും മികച്ച രീതിയിൽ കൂട്ടിയിണക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഗാഢമായപ്പോഴാണ് സ്റ്റീഫൻ ഇടപെടുന്നത്. സ്റ്റീഫന്റെ ആഗോള ഇടപെടലുകളും മയക്കുമരുന്ന് മാഫിയ സംഘമായ കബൂഗയുമായുള്ള ബന്ധവും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു സിനിമയുടെ പ്രേക്ഷക പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ചിത്രം റിലീസായ ഉടനെ പ്രേക്ഷകർക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. പ്രേക്ഷകർ സിനിമയുടെ ബ്രഹ്മാണ്ഡതയും കഥാപാത്രങ്ങളുടെ മികവും പ്രശംസിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകർ സിനിമയുടെ പ്രമേയത്തെയും സംവിധാന ശൈലിയെയും ഏറ്റെടുത്തു. മോഹൻലാലിന്റെ തകർപ്പൻ പ്രകടനവും പൃഥ്വിരാജിന്റെ കർശന സംവിധാനവും ഈ ചിത്രത്തെ ഒരു മാസ്റ്റർ ക്ലാസ് ആക്കുന്നു. ചിത്രത്തിലെ ആക്ഷൻ സീനുകളും പ്രഭാവവും ആണ് പ്രധാന ഹൈലൈറ്റ്. സുജിത് വാസുദേവിന്റെ ഛായാഗ്രഹണം സിനിമയുടെ വിസ്മയകരമായ ദൃശ്യാനുഭവത്തിന് മികവേകുന്നു. ഗോപാലൻ സംഗീതം ചിത്രത്തിലെ ഉദ്വേഗജനകമായ രംഗങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗ് ചിത്രത്തിന്റെ താളം നിലനിർത്തുന്നതിൽ നിർണായകമാണ്. ചിത്രത്തിന്റെ വിജയം എന്നും പ്രേക്ഷകർ സിനിമയെ സ്വീകരിച്ചതിലും നിർമ്മാതാക്കൾ കൃത്യമായ പ്രചാരണത്തിൽ ശ്രദ്ധ നൽകിയതിലും വ്യക്തമാണ്. ബോളിവുഡിനെയും മറികടന്ന് കൊടി കൈമാടുന്ന ഒരു മലയാള സിനിമയായി എമ്പുരാൻ ഉയർന്നിരിക്കുകയാണ്. ചിത്രത്തിലെ ശക്തി. എമ്പുരാൻ സിനിമ രാഷ്ട്രീയവും ആക്ഷനും കൽപ്പിച്ചിരിക്കുന്നതിനാൽ വിവിധ പ്രേക്ഷക വർഗങ്ങൾക്കും ആകർഷണീയമാണ്. പ്രശസ്ത താരനിരയുടെ സാന്നിധ്യം, കിടിലൻ സംഭാഷണങ്ങൾ, ആവിഷ്കാരത്തിലെ ഗംഭീരത എന്നിവയൊക്കെയും സിനിമയെ വിജയത്തിന്റെ ഉയരത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു ദൃശ്യവിരുന്ന് മാത്രമല്ല, മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാറ്റം വരുത്തിയ ചിത്രവുമാണ് ഇത്. സിനിമയുടെ ആഗോള പ്രേക്ഷക ശ്രദ്ധയും ഗംഭീര കളക്ഷനും ഇന്ത്യൻ സിനിമയിലെ മാറ്റത്തിന്റെ സൂചനയാണ്. മോഹൻലാലിന്റെ കരുത്തുറ്റ പ്രകടനവും പൃഥ്വിരാജിന്റെ കാഴ്ചപ്പാടും ഈ ചിത്രത്തെ അപൂർവമായി മാറ്റുന്നു. ഓരോ സിനിമാ പ്രേമിയുടെയും ആവേശം നിറച്ച അനുഭവമാണ് എമ്പുരാൻ. ആദ്യ ചിത്രമായ ലൂസിഫർ വിജയിച്ചതിന് ശേഷം പൃഥ്വിരാജ് ഒരുക്കിയ ഈ ചിത്രം അടിയന്തരമായ ആകർഷണവും സാങ്കേതിക മികവും പുലർത്തുന്ന ഒന്നാണ്. മോഹൻലാലിന്റെ പ്രകടനം ഒന്നും പറയാനില്ല. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കരുത്തും കഠിനതയും അതീവ ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ വേഷമിടുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം തന്നെ പകർന്നു നൽകുന്നു. ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, അഭിമന്യു സിംഗ് തുടങ്ങിയവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തിരിച്ചുവരവ് ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു രംഗം. ക്ലൈമാക്സിലുള്ള ആക്ഷൻ രംഗങ്ങൾ, ഹൃദയം കുലുക്കുന്ന പ്രകടനം, സ്റ്റീഫനും ബാലരാജും തമ്മിലുള്ള അന്തിമ പോരാട്ടം, അതൊക്കെ ശക്തമായ കഥാപാത്ര ദ്വന്ദ്വത്തെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ സിനിമയിലെ മികച്ച രംഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. എമ്പുരാൻ പ്രേക്ഷക പ്രതീക്ഷകൾക്ക് നീതി പുലർത്തി. രാഷ്ട്രീയവും ആക്ഷനും ബ്രഹ്മാണ്ഡതയുമെല്ലാം ഒരുമിച്ച് വന്ന ചിത്രമാണ് ഇത്. ലൂസിഫറിന്റെ പ്രചോദനം പിന്തുടർന്നുകൊണ്ട് ചിത്രത്തിന്റെ തലമേനി കൂടുതൽ ശക്തിപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാന പ്രതിഭയും മോഹൻലാലിന്റെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ചേർന്നപ്പോൾ L2 എമ്പുരാൻ ഒരു ഹിറ്റ് ചിത്രമായി മാറി. വലിയ തിരക്കഥയും ഗംഭീര അവതരണവും ഈ സിനിമയെ വേറിട്ടതായി മാറ്റി.
ഇത് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരു ഉത്സവം തന്നെയാണെന്നാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത്. ഏതായാലും നമ്മൾ ഈ സിനിമ കണ്ടു. ഏതായാലും നമ്മുടെ തിയേറ്ററുകളിൽ ഈ സിനിമ ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. ഇനി ഒരു സിനിമ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് റിവ്യൂ എന്ന രീതിയിൽ പറയാനുള്ളത്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും